ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ TP and TQ are the two tangents to the circle with the center at O, so that angle POQ is equal to 110 degree. Find angle PTQ. ഇത് കണ്ടാൽ അറിയാലോ, ഈ ആംഗിൾ 110 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ ടി എന്താണ്, ആംഗിൾ PTQ എന്താണ്? TPയും TQവും ടാൻജൻറ്റുകളാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഞാൻ ആ പിക്ചർ ഞാൻ ഒന്നുകൂടിയും വരച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് അറിയാലോ. ടാൻജൻറ്റും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് വരയ്ക്കുന്ന റേഡിയസും 90 ഡിഗ്രി. അതേപോലെ ഇതും 90 ഡിഗ്രി ആണല്ലോ. ടാൻജൻറ്റും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് വരയ്ക്കുന്ന റേഡിയസും 90 ഡിഗ്രി. എന്താണ് കാണേണ്ടത്? ആംഗിൾ ടി ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഒരു ക്വാഡ്രിലാറ്ററിൽ 4 ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഇതൊരു ക്വാഡ്രിലാറ്ററലല്ലേ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ തുടങ്ങാം. 4 ആംഗിൾസും ആഡ് ചെയ്താൽ 360 ആണ്. അധികം സ്റ്റെപ്പ് എഴുതാതെ തന്നെ നേരിട്ട് എഴുതിക്കോട്ടെ. 110 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, പിന്നെ ആംഗിൾ PTQ ഇതെത്രയാണ്? 360 ഡിഗ്രിയാണ്. റീസൺ അറിയാലോ നിങ്ങൾക്ക്. എക്സാമിന് അവിടെ റീസൺ എഴുതാം. ഇൻ എ ക്വാഡ്രിലാറ്ററൽ സം ഓഫ് ഓൾ ആംഗിൾസ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി. 110 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് PTQ ഈക്വൽ ടു 360. 110 പ്ലസ് 90 200, 200 പ്ലസ് 90 290, 290 plus angle PTQ is equal to 360. അപ്പോൾ ആംഗിൾ PTQ is equal to 360 മൈനസ് 290 വരും. 360 ഡിഗ്രി മൈനസ് 290 ഡിഗ്രി അതെത്രയാണെന്ന് അറിയാമോ? 70 ഡിഗ്രി അല്ലേ. സോ ആൻസർ ഈസ് 70 ഡിഗ്രി. ഓക്കെ.